Why should a student choose mathematics? സയൻസിൽ എന്തുകൊണ്ട് മാത്സ് ഇത്ര പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ്. What is your message to a math enthusiast? നിങ്ങൾ എന്തുകൊണ്ട് മാത്സ് അല്ലെങ്കിൽ ഇതൊക്കെ പഠിച്ചിട്ട് ഉപകാരം ഉണ്ടാവും എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് പേര് മാത്തമാറ്റിക്സ് പഠിപ്പിക്കുകയും അതുപോലെ പുറമെ ഒരുപാട് വലിയ ലോകം തന്നെ മാത്സിന്റെ പുറകിലുണ്ട് എന്നുള്ളതാണ്. ഒരു ഈഗോ ഇഷ്യൂ ഇല്ലാതിരിക്കുക. ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ വീണ്ടും മറ്റൊരു ജൂണിലാണല്ലേ ഉള്ളത്. കരിയർ കൺഫ്യൂഷൻസും അതുപോലെ സയൻസ് അല്ലെ മാത്തമാറ്റിക്സ് എങ്ങനെ ഏതൊക്കെ വിഷയങ്ങൾ എടുക്കണം എന്നൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടാവും. എടുത്തവർക്കും ഭാവി സാധ്യതകളെ കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള ബോധങ്ങൾ ഉണ്ടാവില്ല. പണ്ട് ചാക്കോ മാഷ് പറഞ്ഞതുപോലെ ഭൂഗോളത്തിന്റെ സ്പന്ദനം മാത്തമാറ്റിക്സിലാണ് എന്നത് അഭിനവ സാഹചര്യത്തിൽ എത്രത്തോളം കാലിക പ്രസക്തമാണ് എന്നത് വളരെയധികം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. QR കോഡും മെട്രിക്സ് ആണെന്നും പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളുടെ ഒക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഗണിതശാസ്ത്രമാണ് എന്നും നമുക്ക് പലർക്കും ബോധം ഉണ്ടാവുകയില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഏറ്റവും നന്നായി പറയാൻ പറ്റുക മറ്റൊരു ചാക്കോ മാഷിനെ പോലെയുള്ള ഒരു മാഷിൽ നിന്നാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് പേര് മാത്തമാറ്റിക്സ് പഠിപ്പിക്കുകയും അതുപോലെ മാത്തമാറ്റിക്സിൽ ഏതൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇന്ന് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് നമ്മുടെ ഷാമിൽ സാറാണ്. സോ ഷാമിൽ സാറെ ഞാൻ ഈ പോഡ്കാസ്റ്റിലേക്ക് വെൽക്കം ചെയ്യാണ്. ഹായ് ഷാമിൽ സാർ. സോ ഞാൻ ഫസ്റ്റ് ആയിട്ട് ഡയറക്റ്റ് ചോദ്യം ചോദിക്കാം. അതായത് ഒന്നാമത്തേതായിട്ട്, വൈ ഷുഡ് എ സ്റ്റുഡന്റ് ചൂസ് മാത്തമാറ്റിക്സ് ഇൻ സയൻസ്? അതായത് സയൻസിന്റെ ഒപ്പം കോമ്പിനേഷനിൽ മാത്തമാറ്റിക്സ് ഇല്ലാത്ത കോമ്പിനേഷനുകളും ഉണ്ടല്ലോ. അപ്പൊ എന്തുകൊണ്ട് മാത്തമാറ്റിക്സ് ചൂസ് ചെയ്യണം ഒരു +2 അല്ലെ +1 ഗ്രേഡിലേക്ക് വരുന്ന ഒരു സ്റ്റുഡന്റ്? അതായത് നമ്മൾ 10ാം ക്ലാസ് വരെ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് മാത്സ് വരുന്നത്. പിന്നെ 10ാം ക്ലാസ്സിന് ശേഷം നമുക്കൊരു ഓപ്ഷനലായിട്ട് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞ 3 സ്ട്രീമുകൾ വരും. അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. അപ്പൊ സയൻസ് പഠിക്കുന്ന ഒരു കുട്ടി എന്തായാലും മാത്സ് പഠിച്ചിരിക്കണം. ആൻഡ് കൊമേഴ്സിലാണെങ്കിലും അവിടെ നമുക്ക് മാത്സ് ആവശ്യമുണ്ട്. CA കരിയറിലേക്കൊക്കെ പോകുന്ന സമയത്ത് വിത്ത് മാത്സ് എടുക്കണം എന്ന് പലരും പറയുന്നു. അപ്പോൾ ഷാഫി ആദ്യം തന്നെ ചോദിച്ചത് സയൻസിൽ എന്തുകൊണ്ട് മാത്സ് ഇത്ര പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സയൻസിലും അതേപോലെ തന്നെ കൊമേഴ്സിലും അതേപോലെ തന്നെ ഹ്യൂമാനിറ്റീസിലടക്കം നമുക്ക് മാത്സ് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളിത് സയൻസിലാണ് നമ്മൾ മാത്സിന്റെ കൂടുതൽ സാധ്യതകൾ കാണുന്നത്. മാത്സ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് സയൻസിലാണ്. അപ്പോൾ മാത്സ് എന്ന് പറയുന്നത് നമുക്ക് അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഉടനീളം വളരെ ഉപകാരപ്രദമായ ഒന്നാണ്. അപ്പോൾ ഷാഫി തുടങ്ങിയ സമയത്ത് തന്നെ പറഞ്ഞു നമ്മൾ മെട്രിക്സ് യൂസ് ചെയ്യുന്നുണ്ട് പ്രോഗ്രാമിംഗുകളിൽ, അതേപോലെ QR കോഡുകളിലൊക്കെ മെട്രിക്സ് ഉണ്ട്. അപ്പോൾ മെട്രിക്സ് എന്താണെന്ന് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് മെട്രിക്സ് പഠിക്കുന്നത്. നമ്മളൊരു ഫോട്ടോ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സൂം ചെയ്ത് നോക്കിയാൽ പോലും അത് മെട്രിക്സ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതെ, നമ്മളിപ്പോ ഒരാൾ മാത്സ് നിങ്ങൾ എന്തുകൊണ്ട് മാത്സ് അല്ലെങ്കിൽ ഇതൊക്കെ പഠിച്ചിട്ട് ഉപകാരം ഉണ്ടാവും എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആകെ കണക്കൂട്ട് എന്താ, നമുക്ക് പീഡിയയിൽ പോയിട്ടുണ്ടെങ്കിൽ മീൻ വാങ്ങാൻ ഒരു 5-10 രൂപ 15 ആണെന്നുള്ള ആ ഒരു കാൽക്കുലേഷൻ. അത് മാത്രമല്ല ആക്ച്വലി ഉണ്ടാവുന്നത്. ടെക്നോളജി സൈഡിലേക്ക് പോവാണെങ്കിൽ അതിൽ മാത്തമാറ്റിക്സ് ഇല്ലാതെ ടെക്നോളജി പോസിബിൾ അല്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ മാത്സ് എന്ന് വിചാരിക്കുമ്പോൾ നമ്പേഴ്സ് എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അതല്ല, അതിന് പുറമെ ഒരുപാട് വലിയ ലോകം തന്നെ മാത്സിന്റെ പുറകിലുണ്ട് എന്നുള്ളതാണ്. ഇന്നുള്ള ഈ 5th ഇൻഡസ്ട്രിയൽ റവല്യൂഷനിൽ പലതും നമ്മുടെ ടെക് ഫീൽഡിലേക്കുള്ള ബൂമുകളും സാധനങ്ങളും ഒക്കെ വരുന്നത് മാത്തമാറ്റിക്സിൽ നിന്നാണ്. ഇപ്പൊ AI ഒക്കെ വളരെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പൊ AIയിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകുന്നത് മാത്സ് ആണ്. മാത്സ് ഒരുപാട് അറിയുന്ന ആൾക്കാർക്ക് AI ലോകത്ത് ഒരുപാട് ചാൻസുകൾ ഉണ്ടെന്നാണ് പറയാറുള്ളത്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ചൂസ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ +2 ഇനിയിപ്പോൾ കഴിഞ്ഞ സ്റ്റുഡൻസ് അല്ലെ ഹയർ സെക്കൻഡറി കഴിഞ്ഞ അല്ലെങ്കിൽ ഹൈസ്കൂളിന് ശേഷം ഹയർ സെക്കൻഡറിയിലേക്ക് ഏത് കോഴ്സുകൾ എടുക്കണം എന്നൊക്കെ താല്പര്യപ്പെടുന്ന സ്റ്റുഡൻസ് എന്തൊക്കെയായിരിക്കും ഒരു മാത്സ് ഫീൽഡിൽ ഒരു ഔട്ട്സ്റ്റാൻഡിങ് കരിയർ സ്വപ്നം കാണുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെയാണ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന എൻട്രൻസ് എക്സാമുകൾ? ഇപ്പോൾ നമുക്ക് എന്തായാലും അറിയാം സെലക്ഷൻ ആണ്, എലിമിനേഷനും സെലക്ഷനുകളും ആവശ്യമായിട്ടുള്ള ഒരു വേൾഡിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. സോ അപ്പോൾ എൻട്രൻസ് എക്സാം ഈസ് മാൻഡേറ്ററി ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഫീൽഡുകളിലും. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ ആയിരിക്കും സജസ്റ്റ് ചെയ്യുന്ന എൻട്രൻസ് എക്സാമുകൾ? അതായത് നമ്മൾ +2 കഴിഞ്ഞ ഒരു കുട്ടിക്ക് പഠിക്കാനാണെങ്കിൽ ഇന്ത്യയിൽ ഒരുപാട് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട്. അപ്പോൾ ഈ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ ഷാഫി പറഞ്ഞതുപോലെ തന്നെ എൻട്രൻസ് എക്സാമുകൾ വഴിയാണ്. അപ്പോൾ ചെന്നൈ മാത്തമാറ്റിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് CMI ഉണ്ട്, പിന്നെ ഐസർ ഉണ്ട്, പിന്നെ IIT NIT പോലത്തെ ഷാഫി ഒരു NIT സ്റ്റുഡന്റ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് പ്രീമിയം സ്ഥാപനങ്ങളുണ്ട്. പിന്നെ ISI ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ പേര് പോലും ചിലപ്പോൾ പല കുട്ടികളും കേട്ടിട്ടുണ്ടാവും. +2 പഠിക്കുന്ന സമയത്ത് ഈ CMI അല്ലെങ്കിൽ ISI എന്ന് പറയുന്ന വേർഡുകളൊക്കെ ഒന്നും കേട്ടിട്ടില്ല. ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് മാത്രമേ പല പ്ലേസ്മെന്റുകളും കാര്യങ്ങളൊക്കെ വരുമ്പോ ഈ AI ഫീൽഡിലേക്കൊക്കെ പോകുന്ന ആൾക്കാരെ നോക്കുമ്പോൾ അവർക്ക് കൂടുതൽ പ്ലേസ്മെന്റും സാധനങ്ങളും ഒക്കെ ഓഫർ ചെയ്യുന്നത് ഇങ്ങനെ ഒരു റിസർച്ച് ലെവൽ പ്രോഗ്രാമിലൂടെ ISIയിലൂടെ ഒക്കെ പോയ ആൾക്കാരാണെന്ന് കാണുമ്പോഴാണ് നമ്മൾ അതിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ +2 കഴിഞ്ഞ സ്വാഭാവികമായിട്ട് ഒരു കുട്ടി ചിന്തിക്കുക +2 കഴിയുക
എൻട്രൻസിന് പോവുക. എൻട്രൻസ് എന്ന് പറയുമ്പോൾ അവരുടെ മൈൻഡിലേക്ക് വരിക നീറ്റ് ഓർ ജെഇ എന്നുള്ളത് മാത്രമാണ്. മാത്സ് ആണ്. അപ്പൊ ഇവരുടെ മൈൻഡിൽ മാത്സ് ആണെങ്കിൽ ഓക്കെ, മാത്സ് ഇഷ്ടമുള്ള കുട്ടികൾ ജെഇ ചൂസ് ചെയ്യും, മാത്സ് ഇഷ്ടമില്ലാത്തവർ നീറ്റ് ചൂസ് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലുള്ള ഒരു എൻട്രൻസ് സിസ്റ്റം ഇപ്പൊ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ശരിയാണ്. അല്ലല്ല, നമ്മളിപ്പോ പറഞ്ഞല്ലേ നീറ്റ് എടുക്കുന്ന കുട്ടിയാണെങ്കിൽ പോലും അവിടെ മാത്സ് അവൻ യൂസ് ചെയ്യുന്നുണ്ട്. ഫിസിക്സിലൊക്കെ ഒരുപാട് മാത്സ് ആവശ്യം വരുന്നുണ്ട്. പിന്നെയുള്ള വേറൊരു ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് +2 കഴിഞ്ഞിട്ട് ഡിഗ്രി ചൂസ് ചെയ്യാം. ഇനിയിപ്പോൾ അത് മാത്സ് ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ്, റിപ്പീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എൻട്രൻസിലേക്ക് ആ ഒരു ഫീൽഡിലേക്കൊന്നും താല്പര്യമില്ലാത്ത ഒരാളാണെങ്കിൽ നോർമലായിട്ടുള്ള ഡിഗ്രി ചൂസ് ചെയ്യും, മാത്സ് ഡിഗ്രി ചൂസ് ചെയ്യും. അപ്പോൾ ഇവർക്കുള്ള കൺഫ്യൂഷൻ ഈ ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെയുള്ളത് ഒരു ടീച്ചിങ് ഓപ്ഷൻ അല്ലേ എന്നുള്ള അങ്ങനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പൊതുവേ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അതായത് ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാൽ ഈ ടീച്ചർ എന്നുള്ളത് മാത്രമാണോ മാത്തമാറ്റിക്സ് ഇഷ്ടമുള്ള ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു കരിയർ ഓപ്ഷൻ? അല്ല, ഒരിക്കലും അല്ല. ഇപ്പൊ ഈ ഡിഗ്രി പഠിച്ച ഒരു കുട്ടിക്ക് പോലും ഇപ്പൊ എല്ലാവരുടെയും മൈൻഡിൽ ടീച്ചിങ് എന്ന് മാത്രമാണ് ഒരു ഓപ്ഷൻ ഉള്ളത്. BSc കഴിഞ്ഞാലും നീ MSc എടുത്തിട്ട് നിന്നെ നെറ്റ് എഴുതിക്കോ അല്ലെങ്കിൽ സെറ്റ് എഴുതിക്കോ, അങ്ങനെ ആ രീതിക്ക് പോയിക്കോ എന്നുള്ളതാണ് കൂടുതൽ ആൾക്കാർ ഒരു പൊതുവെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വെബ് എന്ന് പറയുന്നത്. അല്ലല്ല, ഒരിക്കലും അല്ല. നമ്മൾ ഒന്നാമത്തെ രീതി പറയുകയാണെങ്കിൽ BSc ഇപ്പൊ ഏതൊരു കുട്ടി നമ്മളടുത്ത് BSc പഠിക്കാൻ തന്നെ അപ്പൊ MSc എടുക്കണ്ടേ, എന്നിട്ട് വേണ്ടേ നമുക്ക് മറ്റേ PSc എഴുതാൻ, അല്ലെ ആ രീതിക്കാണ് എല്ലാവരും ചോദിക്കുക. ഒരു സോഷ്യലി ക്രിയേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം അങ്ങനെയാണ്. പക്ഷെ അതിനെപ്പറ്റി കുറച്ചുകൂടെ ഒന്ന് ഡീപ്പായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? യെസ്, തീർച്ചയായിട്ടും. അതായത് ഒന്നാമത് നമ്മൾ ഡിഗ്രി എന്ന് പറയുന്നത് നമ്മളൊരു ബേസിക് ക്വാളിഫിക്കേഷൻ മാത്രമാണ്. ഡിഗ്രി ഉണ്ടെങ്കിൽ മാത്രമേ ചിലപ്പോൾ ഒരാൾ സിവിൽ സർവീസിന് അപ്പിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും ഡിഗ്രി വേണം. അപ്പൊ മാത്സ് ഡിഗ്രി ഉള്ള ആൾക്ക് സിവിൽ സർവീസിന് അപ്പിയർ ചെയ്യാം, നോ പ്രോബ്ലം. നമ്മൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഇപ്പോഴും സിവിൽ സർവീസ് കിട്ടിയ ആളുണ്ട്. ഒരു ഫ്രണ്ട് ഈ അടുത്ത റീസെന്റ് ആയിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്തുകൊണ്ട് യെസ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോഴും സിവിൽ സർവീസിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. 2-3 വർഷമായിട്ട് ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും വലിയ ടഫസ്റ്റ് ആയിട്ടുള്ള എക്സാം ആണ്. അപ്പം മാത്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫീൽഡിലേക്ക് തിരിയാം. അപ്പൊ സ്വാഭാവികമായിട്ടും കുട്ടികൾക്കുള്ള ഒരു ചിന്താഗതി ഹ്യൂമാനിറ്റീസ് പഠിച്ച കുട്ടികൾക്ക് മാത്രമേ ഈ സിവിൽ സർവീസ് ഫീൽഡിലേക്കൊക്കെ തിരിയാൻ പറ്റും എന്നുള്ളത് ഒരു ചിന്താഗതി ഇല്ല. അതൊരു റോങ് കൺസെപ്ഷൻ ആണ് ആക്ച്വലി സ്പീക്കിംഗ്. ഒരുപാട് IIT-കാരും NIT-കാരും ഇപ്പൊ നമ്മുടെ അരവിന്ദ് കെജ്രിവാൾ IRS സിവിൽ സർവന്റ് ആയിരുന്നു. ഒരുപാട് പേരുണ്ട് നമ്മുടെയൊക്കെ. നമുക്ക് മറ്റേ ശ്രീരാം വെങ്കിട്ടരാമൻ ഒരുപാട് കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂസിലൊക്കെ മൂപ്പര് MBBS ഡോക്ടറാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട്. പിന്നെ ഞാൻ സിവിൽ സർവീസ് മാത്രമല്ല പറഞ്ഞു. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യത ഉള്ള ഒരു ഫീൽഡാണ് ഫിനാൻഷ്യൽ മേഖല എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫിനാൻഷ്യൽ അതാണ് നമ്മളൊരു നോർമലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ സെക്ടർ ഈസ് ഓൺലി ഫോർ കൊമേഴ്സ് സ്റ്റുഡന്റ്. അങ്ങനെ ഒരിക്കലും അല്ല. ഈ ഫിനാൻഷ്യൽ മേഖലയിലൊക്കെ അധികവും വരുന്നത് ഈ മാത്തമാറ്റിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരായിരിക്കും. അത് കൊമേഴ്സ് പഠിച്ചു വന്നതാണെങ്കിൽ പോലും അവർക്കൊരു മാത്തമാറ്റിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും എന്നുള്ളതാണ്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ ഒരിക്കലും മാത്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ടീച്ചിങ് ഓപ്ഷൻ ആണെന്ന് മാത്രം ചിന്തിക്കരുത്. നമ്മൾ ഡിഗ്രി ത്രൂ പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഫിനാൻഷ്യൽ സെക്ടറുകളുണ്ട്. അതേപോലെ ടീച്ചിങ് ഭയങ്കര നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പോൾ ഞാനൊരു ടീച്ചറാണ്, ഷാഫി ഇപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ക്ലാസ് എടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ടീച്ചിങ് ഇഷ്ടമാണ്, നമുക്ക് മാത്സ് ഇഷ്ടമായത് കൊണ്ട് നമ്മൾ ടീച്ചിങ്ങിലേക്ക് വന്നതാണ്. അതായത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് വളരെ നമ്മളൊരു താല്പര്യവും കൂടെ അവിടെ മാറ്റർ. ഇപ്പൊ പിന്നെ കറന്റ്ലി ഉള്ള ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഒരു ബൂം എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു ഫീൽഡാണ് AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി. അപ്പൊ അതില് എന്തൊക്കെയാണ് മാത്തമാറ്റിക്സിന്റെ ഇമ്പോർട്ടൻസ് പലർക്കും ഇപ്പൊ ആക്ച്വലി അറിയില്ല. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറഞ്ഞാൽ എന്തോ ഒരു സംഭവമാണ്, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ നോർമലി പഠിക്കുന്ന സബ്ജക്റ്റുകളൊന്നുമായിട്ട് അതിന് യാതൊരു ബന്ധവും ഇല്ല എന്നാണ് പലരുടെയും ഒരു മിസ്കൺസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോ അതിന്റെ മാത്തമാറ്റിക്സിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ് എന്നുള്ളതൊന്ന് അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. AI കാലഘട്ടമാണ്. ഇനിയിപ്പോ ഇപ്പോൾ തന്നെ AI കാലഘട്ടമായിട്ട് മാറിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പൊ മാത്സ് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആൾക്കാർക്ക് അതായത് ഇതിലൊരു ടോപ്പിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ഇപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു ChatGPT എടുത്ത് എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്തു. നമ്മൾ ഈ സെർച്ച് ചെയ്യുന്ന വേർഡുകൾ സ്റ്റോർ ചെയ്യുന്നത് പോലും പലതും മാത്തമാറ്റിക്കൽ ഫോമിലാണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അതൊന്നും ചിന്തിക്കില്ല. നമ്മൾ സെർച്ച് ചെയ്യുന്നു, നമുക്ക് ഉത്തരം കിട്ടുന്നു. അപ്പൊ എവിടെ മാത്സ് എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന ഒരുപാട് സാധനങ്ങൾ അപ്ലിക്കേഷൻ സൈഡ് വരുന്നത് മാത്തമാറ്റിക്സിന്റെ അപ്ലിക്കേഷൻ ഈസ് ഓൺലി ഓൺ ടെക് സൈഡ് എന്നാണ്. മെജോറിറ്റി പാർട്ട് ഓൺ ടെക് സൈഡ്. അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ വർക്കുകളൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ നല്ല മാത്തമാറ്റിക്കൽ ബുദ്ധിയുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ നല്ല ലോജിക്കലി ചിന്തിക്കാൻ പറ്റുന്ന ആൾക്കാരായിരിക്കും, പ്രോബ്ലം സോൾവിങ് സ്കില്ല് നല്ലതുപോലെയുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഒരു കാര്യം മാത്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ എങ്ങനെ ഉപകാരപ്പെടുന്നു എന്നുള്ളത്. അവിടെയാണ് നമ്മളെ പോയിന്റ് ഇല്ലേ ചാക്കോ മാഷ് പറഞ്ഞ സ്പന്ദനം. ഈ കാലഘട്ടത്തിൽ സ്പന്ദനം നമ്മളെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാധനങ്ങളൊക്കെ ഒരുപാട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ ChatGPT. അപ്പൊ നമ്മൾ ചിന്തിക്കുക നമ്മുടെ കരിയറിന് വേണ്ടി മാത്രമായിരിക്കും മാത്സ് നമുക്ക് ആവശ്യം വരിക എന്നുള്ളത്. അപ്പൊ ഒരിക്കലും അല്ല.
നമ്മൾക്ക് വേറെ ഏത് രീതിയിൽ ഇപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു ഫാമിലി ഇപ്പോൾ അവരുടെ ഒരു ഫാമിലി പ്ലാനിങ് നടത്തുകയാണ്. ഇപ്പോൾ മന്ത്ലി 1,00,000 രൂപ സാലറി കിട്ടുന്ന ഒരാൾ, അപ്പോൾ ഇത്ര അയാൾക്ക് EMI ഉണ്ടാവും, ഇത്ര അയാൾക്ക് പിന്നെ ഹെൽത്തിന് വേണ്ടി മാറ്റി വെക്കേണ്ടി വരും, ഇൻഷുറൻസ് ടൈപ്പിലേക്ക് കുറച്ച് പൈസ പോകും, പിന്നെ ഫുഡ് ആൻഡ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് മെയിൻ്റനൻസിന്, അപ്പോൾ കുട്ടികളുടെ ചെലവ്. അപ്പോൾ ഇതെല്ലാം ഒരു ഫാമിലി പ്ലാനിങ് നടത്തണമെങ്കിൽ അവിടെ എന്തായാലും ഒരു മാത്സ് ആവശ്യമാണ്. അതായത് കണക്ക് കൂട്ടിയിട്ടേ ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താലാണ് ഹ്യൂമൻസ് ഏത് കാലം തൊട്ട് ജീവിക്കാൻ തുടങ്ങിയോ അന്ന് മുതലുള്ള സാധനമാണ് മാത്തമാറ്റിക്സ് എന്നാണ് പറയുന്നത്. അതെ, അതിപ്പോ നമ്മൾ എത്രത്തോളം നമ്മുടെ തിങ്കിങ് ലെവൽ എങ്ങനെ പോകുന്നു അതിനനുസരിച്ച് ചിലപ്പോൾ നമുക്ക് അത് ക്രമീകരിക്കാൻ പറ്റും. ഏർലി ആൻഷ്യന്റ് സമയത്ത് ബാർട്ടർ സിസ്റ്റം ആണെങ്കിൽ പോലും ഇത്ര മാത്തമാറ്റിക്സ് ആണല്ലോ. ഇത്ര യെസ്, അവിടെ എന്താണ് മാത്സ് തന്നെയാണ്. അപ്പൊ മാത്സിന്റെ ഉപകാരം നമുക്ക് ത്രൂ ഔട്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ കരിയറിന് മാത്രമല്ല നമ്മുടെ ബാക്കിയുള്ള എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും അവിടെയൊക്കെ മാത്സ് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അതായത് നമ്മളിപ്പോ AI കുറിച്ച് സംസാരിച്ചു. AI അല്ലാതെ വേറെ ഏതൊക്കെയാണ് എമേർജിംഗ് കരിയറുകൾ ഓപ്പർച്യൂണിറ്റീസ് മാത്തമാറ്റിക്സിൽ ഒരു ഇൻതൂസിയാസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം? നമ്മൾ നേരത്തെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ പറ്റി പറഞ്ഞു. അപ്പോൾ നമ്മൾ IIT NIT പോലത്തെ സ്ഥാപനങ്ങളെ പറ്റി പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന ഒരുപാട് എഞ്ചിനീയേഴ്സ് ഉണ്ട്. അപ്പൊ എഞ്ചിനീയറിംഗ് ഫീൽഡ് ഈസ് ബേസിക്കലി ബേസ്ഡ് ഓൺ മാത്തമാറ്റിക്സ്. അപ്പോൾ എഞ്ചിനീയറിംഗിന് പ്രധാനമായിട്ടും മാത്സ് വേണം. അപ്പോൾ ഒരു എഞ്ചിനീയർ ആവാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഏത് ഫീൽഡിലുള്ള ഏത് എഞ്ചിനീയറിംഗ് ആണെങ്കിലും അവിടെ മാത്സ് വേണം. അപ്പോൾ എഞ്ചിനീയറിംഗിന് മാത്സ് നിർബന്ധമാണ്, മെയിനായിട്ട് വേണ്ടതാണ്. അപ്പോൾ നമ്മൾ അത് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ ഫിനാൻഷ്യൽ മേഖലയെ പറ്റി പറഞ്ഞു. അപ്പോൾ ഫിനാൻഷ്യൽ മേഖലയിലേക്ക് തിരികുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ബാങ്കിങ്, അതേപോലെ തന്നെ ആക്ച്വറിയൽ സയൻസ് ഒക്കെ ഉണ്ട്. വളരെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന ഒരു ഫീൽഡാണ് ആക്ച്വറിയൽ സയൻസിൽ പഠിച്ചു വന്നുള്ള ആളുകൾ. ഈ ആക്ച്വറിയൽ സയൻസ് എന്ന് കേൾക്കുമ്പോൾ കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ, അതെന്താണ് സാർ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ മേഖലയിൽ നിൽക്കുന്ന ഒരു ടോപ്പിലുള്ള പൊസിഷനാണ് ആക്ച്വലി ഈ ആക്ച്വറീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഇതിലേക്ക് എത്താൻ പറ്റില്ല. നമ്മൾ നോർമലി മാത്സിൽ ഡിഗ്രി അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഡിഗ്രി കഴിഞ്ഞിരിക്കണം. പിന്നെ ഇതിനൊരു സെറ്റ് ഓഫ് എക്സാംസ് ഉണ്ട്, ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു പൊസിഷനിലേക്ക് എത്തുന്നത്. പല കമ്പനീസിലും ഈ ടോപ്പ് ഡിസിഷൻസ് എടുക്കുന്നത്, അതായത് ഫിനാൻഷ്യൽ സംബന്ധമായ ഡിസിഷൻ എടുക്കുന്നത്, ഇപ്പോൾ ഒരു കമ്പനി റൺ ചെയ്യണമെങ്കിൽ ഇങ്ങനെ പോകണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാലറീസ് കൊടുക്കുന്നതിലുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിറ്റർമൈൻ ചെയ്തിട്ട് ആ കമ്പനിയുടെ ഭാവി എങ്ങനെ തീരുമാനിക്കണം അല്ലെങ്കിൽ എങ്ങനെ പോകണം എന്നുള്ളതിനെ പറ്റി ഒരു ഡയറക്ഷൻ കൊടുക്കുന്ന ഒരാൾ, ടോപ്പിൽ നിൽക്കുന്ന ആൾ. ഇതാണ് സംഭവം ഈ പൊസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആക്ച്വറീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ നടത്തുന്ന ഒരു സെറ്റ് ഓഫ് എക്സാമിനേഷൻ ഉണ്ട്. അപ്പോൾ അത് പാസ്സായിട്ട് അത് ഭയങ്കര ടഫസ്റ്റ് ആയിട്ടുള്ളതാണ്. ഇങ്ങനെ വരണം, ആ ഒരു പ്രോസസ്സിലൂടെ വരണം. നല്ല സാലറി ഏൺ ചെയ്യാൻ പറ്റിയ ഒരു പൊസിഷനാണ്. പിന്നെ ഈ സൈബർ സെക്യൂരിറ്റി ഫീൽഡിലാണെങ്കിലും അങ്ങനെയൊക്കെ ഈ മാത്തമാറ്റിക്സിന്റെ അപ്ലിക്കേഷൻ നമുക്ക് ജസ്റ്റ് ഒരു 10 മിനിറ്റോ അല്ലെ 20 മിനിറ്റോ കൊണ്ട് ഒരിക്കലും സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു മേഖലയല്ലേ. ഇപ്പൊ AI കുറിച്ച് അതിന്റെ ഏതൊക്കെ ഡെപ്തിലേക്ക് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഒരു ദിവസം മുഴുവൻ ഇരുന്ന് സംസാരിക്കേണ്ട അവസ്ഥ വരും. സോ പിന്നെ നമുക്ക് വരുന്ന സാധനമാണ് പല കുട്ടികൾക്കും മാത്ത് എന്ന് കേൾക്കുമ്പോൾ ഇപ്പൊ നമ്മള് പേടിയാണ്, അഫ്രൈഡ് ആണ്. അപ്പൊ അങ്ങനത്തെ സ്റ്റുഡൻസിന്റെ അടുത്ത സാറിന് എന്താണ് പറയാനുള്ള ഒരു മെസ്സേജ് ലൈക്ക് ദാറ്റ്? ഈ മാത്സ് പേടിയാണ് എന്നുള്ള കുട്ടികൾ പലപ്പോഴും നമ്മൾ ഈ ചെറുപ്പം മുതലേ ഉള്ള ഒരു പേടിയായിരിക്കും. അതായത് സ്കൂളിൽ പേടിപ്പെടുത്തുന്ന ഒരു സാറ് ഉണ്ടാവും, സാറ് ഹോംവർക്ക് കൊടുത്തിട്ട് ഇവർക്ക് കിട്ടാത്തത് കൊണ്ട് തല്ലിയിട്ടുണ്ടാവും. അപ്പം അങ്ങനത്തെ പ്രശ്നം കൊണ്ട് പേടിച്ചു പോയ കുട്ടികളുണ്ടാവും. അപ്പോൾ ചെറുപ്പം മുതലേ ഉള്ള ആ ഒരു പേടി ഇപ്പോഴും ഇങ്ങനെ തുടർന്ന് പോകുന്നു എന്നുള്ളതായിരിക്കും. പണ്ട് പിന്നെ നമുക്ക് താല്പര്യം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ്. അതായത് നമുക്കിപ്പോ ഒരു 2x + 2x = 8 then x = 4 എന്ന് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു അല്ലെങ്കിൽ 2x + 3 = 8 എന്ന് പറഞ്ഞാൽ അങ്ങനെ അതിങ്ങനെ സോൾവ് ചെയ്ത് ലാസ്റ്റ് എക്സിന്റെ വാല്യൂ കണ്ടെത്തുമ്പോൾ ഒരു ഡോപ്പമിൻ കിട്ടുന്ന ആ ടൈപ്പ് ഓഫ് സ്റ്റുഡൻസിന് ഭയങ്കരമായിട്ട് മാത്സ് എന്ന് പറയുന്ന രസമായിട്ട് മാറും. നമ്മളൊക്കെ മാത്സ് ഇഷ്ടപ്പെട്ടിട്ട് ഈ ഫീൽഡിലേക്ക് വന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്കൊക്കെ പണ്ട് മുതലുള്ള ടീച്ചർ ഒരു ചോദ്യം തരുന്ന സമയത്ത് അത് പെട്ടെന്ന് ചെയ്യുക എന്നുള്ള ഒരു വാശി ഉണ്ടാവുമായിരുന്നു. അങ്ങനത്തെ കുട്ടികൾ എന്തായാലും മാത്സ് ഇഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും. എനിക്കൊക്കെ 10th അത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പ്രോബ്ലം ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ചെയ്തു പറഞ്ഞിട്ട് ആ സാധനം എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അതിപ്പോഴത്തെ കുട്ടിക്ക് പൊതുവെ കുറവാണ്, എന്നാലും അങ്ങനെയുള്ള കുട്ടികളും ഉണ്ട്. പിന്നെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ മറ്റൊരാളോട് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല എന്നുള്ളതാണ്. ഒരു ഈഗോ ഇഷ്യൂ ഇല്ലാതിരിക്കുക വളരെയധികം കൂടുതലാണ് കുട്ടികൾക്കിടയിൽ. അപ്പോൾ നമുക്ക് അറിയില്ലെങ്കിൽ അത് ടീച്ചേഴ്സിനോട് ചോദിച്ച് ക്ലിയർ ചെയ്യണം. അവരത് ക്ലിയർ ചെയ്യില്ല, പിന്നെ അത് വെച്ചുണ്ടാകുന്ന പിന്നെ അടുത്ത ഒരു ചാപ്റ്റർ ആയിരിക്കും, അത് അവർക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. പിന്നെ അടുത്ത വർഷം നമുക്ക് പറയാം ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് അറിയാത്തൊരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം അപ്ലിക്കേഷൻ ഓഫ്
ഡെറിവേറ്റീവ്സും പിന്നെ Continuity and differentiability ഒക്കെ continuity, ബുദ്ധിമുട്ടായിരിക്കും. differentiability അതുപോലെ ഒക്കെ എടുക്കാൻ തന്നെ ഒരുപാട് വിഷയങ്ങൾ. അത് തന്നെ. അപ്പോൾ നമ്മൾ ആദ്യം മുതലേ നമ്മളെ ടീച്ചേഴ്സിനെ നല്ലതുപോലെ യൂസ് ചെയ്യണം. ടീച്ചേഴ്സിനോട് സംശയങ്ങൾ ചോദിക്കണം. കറക്റ്റായിട്ട് പഠിക്കണം. പഠിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ഈ ടീച്ചേഴ്സ് മൂലം ഉണ്ടാകുന്ന പ്രശ്നം കൊണ്ട് മാത്സ് വെറുക്കുന്ന കുട്ടികൾ ഉണ്ടായേക്കാം. ഇപ്പം ഞാൻ എൻ്റെ ഒരു കഥ പറഞ്ഞുതരാം. പണ്ട് ഞാൻ 3ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എനിക്ക് മാത്സ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരു ദിവസം ക്ലാസ് പോയില്ല. അന്നായിരുന്നു ഈ മൾട്ടിപ്ലിക്കേഷൻ പഠിപ്പിച്ചത്, എങ്ങനെ ഗുണിക്കാം എന്നുള്ളത്. അപ്പോൾ എക്സാമ്പിളായിട്ട് 105x4 ചോദിച്ചാൽ എനിക്ക് ചെയ്യാൻ പറ്റും. കാരണം ഒരു നമ്പർ കൊണ്ട്, ഒരു 1 ഡിജിറ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ അത് എൻ്റെ തലേ ദിവസം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതറിയാം. പക്ഷേ 2 ഡിജിറ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അറിയില്ല. അപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു 15x15 ചോദിച്ചാൽ അതെങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാനൊരു ദിവസം എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത്, എനിക്ക് അവനോട് ചോദിക്കാൻ പേടി, എനിക്ക് അറിയില്ല എന്ന് പറയാൻ എനിക്കും അന്ന് മടി. അപ്പൊ ഞാൻ ചിലപ്പോൾ നമ്മള് ക്ലാസ്സിലെ ടോപ്പർ ആയിരിക്കും, എന്നിട്ട് നമുക്ക് എന്നെക്കാളും താഴെ നിൽക്കുന്നവനല്ലേ അവനോട് ഞാൻ ചോദിച്ചാൽ അവനെന്ത് വിചാരിക്കും, ആ ഒരു തോട്ട് ഭയങ്കര ഈഗോ ഇഷ്യൂസ്. ചെറിയ ക്ലാസ്സിലല്ലേ, അപ്പൊ നമുക്ക് അത്രയല്ലേ, ഒരു നമ്മുടെ മെച്യൂരിറ്റി ലെവലൊക്കെ വളരെ താഴല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു തരാതിരുന്നാലോ, നീ എന്നെ മോശമാക്കാൻ വേണ്ടി ടീച്ചേഴ്സിനോട് ചോദിക്കാൻ നമുക്ക് എന്തായാലും പേടിയായിരിക്കും. ടീച്ചർ ഈ ചോദ്യം ചോദിച്ചാൽ ടീച്ചർ എന്നെ തല്ലോ എന്നുള്ള ഒരു സാധനം അതിപ്പോഴും നമ്മുടെ കുട്ടികൾക്കുണ്ട്. ടീച്ചർ എന്ത് വിചാരിക്കും, ടീച്ചർ എന്നെ തല്ലോ എന്നുള്ള ആ ഒരു പേടി മാറ്റണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, എന്ത് മണ്ടത്തരാണെങ്കിൽ ചോദിച്ചു, ഞാൻ അവനോട് ചോദിച്ചു. അവന് ഇങ്ങനെ കണക്ക് ഹോംവർക്ക് കൊടുത്തെന്ന് വെച്ചു, ഓ ഇത് നിനക്ക് അറിയൊന്നുമില്ല, അങ്ങനെയാണ് നീ ഒന്ന് പറഞ്ഞേ, നിനക്ക് അറിയോന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലാവുന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, എങ്ങനെയാണ് നീ ഒന്ന് പറയാനും നോക്കട്ടെ, നിനക്കത് കറക്റ്റ് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളത്. അപ്പൊ അവൻ എന്ത് ചെയ്തു, ഇതിങ്ങനെയാണ് ചെയ്യാൻ നോക്കില്ലേ, കണ്ടില്ലേ, കറക്റ്റ് ആൻസർ കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി. പിന്നെ ഞാനും അതിൽ ഓക്കെ ആയി. അങ്ങനെയാണ് സംഭവം. പിന്നെ നമ്മളൊക്കെ പണ്ട് മുതലേ മാത്സ് ഇഷ്ടപ്പെടാൻ കാരണം ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ ക്ലാസ്സിൽ നിന്നൊക്കെ ചെല്ലിപ്പിക്കായിരുന്നു. അത് പഠിക്കാൻ നമുക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നുള്ളത് 6ന്റെ ഗുണനപ്പട്ടിക പഠിക്കാനായിരുന്നു. കാരണം പണ്ട് ചെറുപ്പം മുതലേ നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് നമ്മൾ ചെറിയൊരു സ്പേസിൽ നിന്നായിരിക്കും കളിക്കാം. അപ്പൊ 6 ഒക്കെ അടിക്കാൻ ഭയങ്കര സുഖം. അപ്പൊ ഒരു ബോളിൽ 6 6 അടിച്ചിട്ടുണ്ടെങ്കിൽ എത്ര റൺസ് കിട്ടും? 36. അത് നമ്മൾ അന്നേ കാൽക്കുലേറ്റ് ചെയ്യുന്നു. നമ്മൾ ബോളും കൗണ്ട് ചെയ്യാതെ, ഇപ്പൊ ഓവറുകൾ ബോളിൽ കൗണ്ട് ചെയ്യാൻ പറ്റിയതാണല്ലോ, 6, 12, 18 ബോള് ബാക്കി. അപ്പൊ നമ്മൾ ഒരു ബോൾ 6 അടിച്ചാൽ 6 റൺ, 2 ബോൾ 6 അടിച്ചാൽ 12 റൺ, 3 ബോൾ അടിച്ചാൽ 18 റൺ. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്തു, ആ ഒരു സാധനം നമ്മൾ ഇവിടേക്ക് കണക്ട് ചെയ്തു. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചിട്ടില്ല. എന്തും നമുക്ക് പുതിയത് പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം, ഞാനിപ്പോ ജയിലാണെങ്കിലും ഒക്കെ ചെയ്ത കാര്യം എന്ന് പറയുന്നത്, എന്താണ് നമുക്ക് ഓൾറെഡി അറിയാവുന്നത് അതുമായിട്ട് കണക്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ച സമയത്ത് ഗുണനപ്പട്ടിക ഇഷ്ടമായപ്പോ പിന്നെ ബാക്കിയുള്ള 6ന്റേത് പഠിച്ച സമയത്ത് ബാക്കിയുള്ളത് പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് വന്നു. പിന്നെ ഗുണനപ്പട്ടിക പഠിച്ചത് കൊണ്ട് മാത്സിലുള്ള ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്തു വെക്കാൻ ഒരു താല്പര്യം കൂടി. അങ്ങനെ ഞാനൊക്കെ മാത്സ് ഇഷ്ടപ്പെട്ടു വന്നൊരു വ്യക്തിയാണ്. അല്ലാതെ ഭയങ്കരമായിട്ട് നമ്മൾ പണ്ട് മുതലേ ഭയങ്കര പഠിപ്പിസ്റ്റലായിട്ട് വന്ന ആൾക്കാരൊന്നല്ല. പറഞ്ഞ കണക്ഷന്റെ വിവരം പറഞ്ഞപ്പോഴാണ് ഞാൻ ജെയ് പഠിക്കുന്ന ആ ഒരു എൻട്രൻസ് കോച്ചിങ്ങിന്റെ ആ ഒരു കാലഘട്ടത്തില് ഞാൻ ചെയ്തിരുന്ന ഒരു സാധനമായിരുന്നു ഇപ്പോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ ബാറ്ററികളിലൊക്കെ ഉള്ള സെൽ പൊട്ടൻഷ്യലുകൾ. അത് ഞാൻ വിചാരിച്ചത് സെല്ലിന്റെ കഴിവ് എന്താണ് എന്നുള്ളതാണ്. അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ കഴിവ് കുറയുന്നു, കഴിവ് കൂടുന്നു, എന്തൊക്കെ കഴിവ് ഇതാവാൻ എത്രത്തോളം വേണം. അപ്പൊ ആ സംഭവം ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് തന്നെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുമ്പോൾ പ്രാക്ടിക്കൽ തിങ്കിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സംഭവം. പക്ഷെ ആക്ച്വലി അതാണ് എന്ത് ചെയ്യുന്നത്, നമുക്കൊരു എത്ര ടൈറ്റ് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ ഈ സാധനം അപ്ലൈ ചെയ്താല് നമുക്ക് സാധനം അങ്ങോട്ട് കിട്ടും. അതാണ് ആ ഒരു കണക്ട് ചെയ്ത് നമുക്ക് അറിയുന്നതിന് അറിയാതെ. അത് പിന്നെ പൊട്ടൻഷ്യൽ ഈസ് ആക്ച്വലി മലയാളത്തിൽ കഴിവ് തന്നെയാണ് എങ്കിൽ പോലും ആ ഒരു രീതിക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ സെൽഫ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഒരു പുതിയ വേർഡായിട്ട് എടുക്കാതെ നമ്മൾ അങ്ങനെ പലതും നമ്മൾ അറിയാത്തതിനെ കണക്ട് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു വ്യത്യാസം, അതിന്റെ ഒരു വ്യത്യാസത്തിന്റെ തോത് വളരെ അധികമാണ്. ദെൻ ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് യുവർ മെസ്സേജ് ടു എ മാത്ത് ഇന്തൂസിയാസ്റ്റ്? ഞാനൊരു മാത്തമാറ്റിക്സ് ഇന്തൂസിയാസ്റ്റ് ആണ് സാർ. അങ്ങനെ പറയുന്ന ഒരു സ്റ്റുഡന്റിന് നിങ്ങൾ എന്താണ് ഒരു മെസ്സേജ് ആയിട്ട് കൊടുക്കാൻ പോകുന്നത്? അതായത് ഇപ്പോൾ ഒരുപക്ഷെ ഹയർ സെക്കൻഡറിയിൽ സയൻസ് മാത്തമാറ്റിക്സ് ഇൻക്ലൂഡിംഗ് ആയിട്ടുള്ള കോമ്പിനേഷൻ എടുത്ത ആളായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഹയർ സെക്കൻഡറിയിലേക്ക് പോകുന്ന ഒരു സ്റ്റുഡന്റ് ആയിരിക്കാം ഹൈസ്കൂളിൽ നിന്ന്. അപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റുഡന്റിന്റെ അടുത്തൊരു മെസ്സേജ് എന്താണ് കൊടുക്കാനുള്ളത്? അപ്പോൾ നമ്മൾ മാത്സ് ഇഷ്ടപ്പെട്ട് വരുന്ന ആളാണെങ്കിൽ നമുക്ക് അതിനു വേണ്ടി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്കൂൾ പഠിക്കുന്ന സമയത്ത് തന്നെ മാത്സ് ഫെയറുകളൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മളെ സ്റ്റേറ്റ് ഗവൺമെൻറ് നടത്തുന്ന മാത്സ് ഫെയറുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൽ മാത്സ് ഫെയറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കാൻ പറ്റിയ ഒരുപാട് ചാൻസുകൾ ഉണ്ടാവും. പക്ഷേ സ്റ്റേറ്റ് വരെ പോകാൻ പറ്റുള്ളൂ, നമുക്ക് ഒളിമ്പ്യാഡ് എക്സാംസുകളും കൂടെ ഉണ്ട്. അത് അതിനേക്കാളും ഹൈ ലെവൽ വരും. അതായത് 8 മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് എഴുതാൻ പറ്റുന്ന ഒളിമ്പ്യാഡ് എക്സാമുകളുണ്ട്. ഒളിമ്പ്യാഡ് എക്സാം ഒക്കെ ക്വാളിഫൈ ചെയ്ത ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ അത്രയും ബ്രില്യൻ്റ് ആയിരിക്കും. ലക്ഷങ്ങളുടെ പ്ലേസ്മെന്റ് ഓൾറെഡി ഉറപ്പായി. അപ്പോൾ ഇന്ത്യൻ ലെവലിൽ കഴിഞ്ഞിട്ട് പിന്നെ ഏഷ്യൻ ലെവലുണ്ട്, ഇന്റർനാഷണൽ ലെവലുണ്ട്. അപ്പോൾ വലിയ സ്റ്റേജുകളിലേക്ക് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സ്കൂൾ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ചെറുപ്പം മുതലേ മാത്സ് ക്വിസുകളിൽ പങ്കെടുക്കാം. അതായത് മാത്മാറ്റിക്സിൽ ഉണ്ടാവുന്ന
ഓപ്പർച്യൂണിറ്റീസ് ഓരോന്നും ഇപ്പൊ രാമാനുജൻ ഡേയിൽ നടക്കുന്ന ക്വിസസ് ആയാലും അത് ചിലപ്പോൾ സബ് ജില്ല അല്ലെങ്കിൽ ജില്ല അല്ലെങ്കിൽ അങ്ങനെ സ്റ്റേറ്റ് ലെവൽ അങ്ങനെ ഓരോന്നിനും നമ്മൾ എക്സലൻസ് ചെയ്യുക. പിന്നെ അതിൽ നിന്നുണ്ടാകുന്ന എക്സ്പ്ലോഷറുകൾ ഒരുപാട് അധികമായിരിക്കും. ഇപ്പൊ നമുക്കിപ്പോ അവിടെ നമ്മളെ ഒരു ലെവലിൽ നമുക്കിപ്പോ മാത്തമാറ്റിക്സ് ഭയങ്കര ഇന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ ആ രീതിക്കുള്ള ഇന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് കോമ്പറ്റ് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളായിരിക്കും തീർച്ചയായിട്ടും. അത് അവരോടൊപ്പം ഉള്ള സൗഹാർദ്ദങ്ങളും ഒരുപക്ഷെ നമുക്ക് ഭാവിയിൽ ഉപകാരപ്പെട്ടേക്കാം. തീർച്ചയായിട്ടും. അപ്പോൾ അതേപോലെ തന്നെ പിന്നെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇപ്പോൾ ഷഫീറിന് 8ാം ക്ലാസ്സിൽ എത്തുന്ന സമയത്താണെങ്കിൽ 8 മുതൽ +2 വരെ മാത്സ് ഒളിമ്പ്യാഡ് ചെയ്താം. അപ്പോൾ ഇതൊക്കെ മാത്സിനോട് താല്പര്യമുള്ള കുട്ടിക്ക് മുമ്പിലുള്ള അവസരങ്ങളാണ്. പിന്നെ ആഫ്റ്റർ +2 അവന് വേണ്ട കരിയർ ചൂസ് ചെയ്യാൻ ഒരുപാട് പ്രീമിയം മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമുകൾ നമ്മൾ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പറഞ്ഞു, അതിലേക്കൊക്കെ എൻട്രൻസ് എക്സാമുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ മാത്സ് ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിക്ക് വേണ്ടി മാത്രമുള്ള ഒരു ലോകമാണ്. അപ്പോൾ അങ്ങനെ അവൻ ആ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരുപാട് റിസർച്ച് ചെയ്യാൻ പറ്റുന്ന സ്ഥാപനങ്ങളൊക്കെ റിസർച്ച് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും അതേപോലെ നമ്മൾ ഒരു അബ്രോഡ് കരിയേഴ്സും സാധനങ്ങളൊക്കെ ഒരുപാട് ചൂസ് ചെയ്യുന്ന ഒരു സമയമാണിത്. പലർക്കും കേരളത്തിൽ ഇന്ത്യയിൽ നിൽക്കേണ്ട അല്ലെ പുറത്ത് പോകണം എന്നൊക്കെ, അതിന് ഏറ്റവും റൈറ്റ് സാധനം എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ആണ്. ആ ഒരു മാത്തമാറ്റിക്കൽ ബ്രെയിൻ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മാത്തമാറ്റിക്സ് സ്റ്റഡീസ് മാത്രം എന്നല്ല പറയുന്നത്, മാത്തമാറ്റിക്സ് ഒരു അപ്പർ ഹാൻഡ് അതിന് നന്നായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഷാമിൽ സാറും കൺക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഷാമിൽ സാർ പറഞ്ഞ ഓരോ സാധനങ്ങളും. സോ നിങ്ങളും വളരെയധികം ഇൻട്രസ്റ്റഡ് ആയിരിക്കും എന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. സോ അടുത്തൊരു പോഡ്കാസ്റ്റുമായി വരുന്നവരേക്കും ബൈ ബൈ.